ഹലോ ഗൈസ്, വെൽക്കം ടു സീൻ പോഡ്കാസ്റ്റ് എപ്പിസോഡ് നമ്പർ 90. ഇനി ഒരു എപ്പിസോഡും കൂടെ ഉള്ളു ഗൈസ്. അല്ല, ഈ എപ്പിസോഡ് കഴിഞ്ഞ ഇനി സീസൺ ഫിനാലെയാണ് ഗൈസ്. അപ്പൊ 20 എപ്പിസോഡ് സീസൺ. അപ്പൊ ഗൈസ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് എനിക്ക്. കാര്യം എൻ്റെ കൂടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ഗൈസ്. ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്, എവിടെ നിന്നാണ്, എന്നോട്ട് നമുക്കറിയാം എന്നുള്ളതെല്ലാം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് പറയുന്നതായിരിക്കും. ഓവർ ടു ബെസ്റ്റ് ഫ്രണ്ട്. ഹലോ, ഞാനാണ് ശിവരഞ്ജു. ഞാനാണ് ബെസ്റ്റ് ഫ്രണ്ട്. ഇവൻ പറഞ്ഞ ഇവനെ എനിക്ക് 8ാം ക്ലാസ് മുതൽ അറിയാം. ആണോ? 8ാം ക്ലാസ് മുതൽ എനിക്ക് തന്നെ അറിയാം. പിന്നെ എന്തുവാ, നമ്മൾ ഒരുമിച്ചാണ് പഠിച്ചത് +2 വരെ. അത് കഴിഞ്ഞപ്പോഴാണ് രണ്ട് ദിശയിലോട്ട് പോയത്. എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ഇതുപോലെയൊക്കെ. കോളേജ് സമയമല്ല നമുക്ക് കണക്റ്റഡ് ആയിരുന്നു. കോളേജ് സമയം എല്ലാം കണ്ടടായിരുന്നു. കാരണം ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുമായിരുന്നു. ഇവന്മാര് കോളേജിൽ. എന്റെ പേര് നീ എങ്ങനെയാണ് അറിയുന്നത്? എന്റെ പേര് ശിവരഞ്ജു എന്നാണ്. എന്നെ അറിയപ്പെടുന്ന ജിൻ എന്നാണ്. കാരണം ഇൻസ്റ്റയില് അത്യാവശ്യം ഫോളോവേഴ്സ് 1000 ഉള്ളൂ, എന്നാലും അറിയാന്നുള്ള ജിൻ എന്നാണ്. ബൈ ദി വേ, ഇവൻ കോളേജിൽ കയറിയ സമയത്ത് ഞാൻ വീട്ടിൽ വെറുതെ ഇരിപ്പായിരുന്നു. അപ്പോൾ ഇവൻ കോളേജ് കട്ട് ചെയ്ത് എൻ്റെ വീട്ടിൽ വരുമായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രിപ്പ് ഒക്കെ കൊണ്ടിരുന്നത്. അതെല്ലാം ഏറ്റവും വലിയ കാര്യം. നമ്മള് സ്കൂൾ ലൈഫ് തീരാറായപ്പോഴില്ല, സ്കൂൾ ലൈഫ് തീരാറായപ്പോഴാണ് നമ്മൾ ട്രിപ്പിന്റെ പ്ലാനിങ് ഒക്കെ തുടങ്ങിയത്. നമ്മള് വീട്ടില് വരുന്ന അപ്പുറത്ത് ചായ പിടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് ആ പൈസക്ക് നമ്മൾ പെട്രോൾ അടിച്ച് ട്രിപ്പ് പോകാറ്. സത്യം, മെയിൻ പരിപാടി. നമ്മള് ഫസ്റ്റ് ലോങ് ട്രിപ്പ് പോയത് അവിടെ മറ്റേ കൊല്ലത്ത് പിനാക്കൽ വ്യൂ പോയിന്റ്. കൊല്ലത്ത് ഫസ്റ്റ് അത് രാവിലെ നടക്കാൻ പോയതാ. രാവിലെ മമ്മി അടുത്ത് അമ്മ രാവിലെ നടക്കാൻ പോവാണ്. നടക്കാൻ പോയത് എന്തിനാന്നറിയോ? നമ്മള് പോക്കിമോൺ ഗോ ആയിരുന്നു ആദ്യം. സത്യം, നമ്മൾ ആദ്യം പോക്കിമോൺ ഗോ കളിച്ചോണ്ടിരുന്നു. അപ്പം വീട്ടിൽ പറയാൻ പറ്റില്ലല്ലോ ഗെയിം കളിക്കാൻ വേണ്ടി രാത്രി നടക്കാൻ പോകുന്നു പറഞ്ഞ. രാവിലെ മുതൽ റൊട്ടീൻ മാറ്റി നടക്കാൻ പോകുന്നു, ബോഡി ഫിറ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞ്. പിന്നെ പോക്കിമോൺ ഗോ നടന്ന് നേരെ നമ്മള് പിനാക്കൽ വ്യൂ പോയിന്റ് വരെ എത്തി. അവനും രാവിലെ 3 മണിക്ക് നടക്കാനെന്നും പറഞ്ഞ് ഇറങ്ങി നേരെ പിനാക്കൽ പോയി. പിനാക്കൽ വ്യൂ പോയിന്റ് ശരിക്കും നമ്മളൊരു 5 മണിക്ക് ഇറങ്ങി നടന്നാൽ മതി, യൂഷ്വലും അല്ല. പക്ഷെ എനിക്ക് എന്തോ ഭയങ്കര, നമ്മള് ഈ ട്രിപ്പ് പോവാണല്ലോ, അപ്പൊ അതിന്റെ ഒരു രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് ഇവനെ വിളിച്ചിട്ട് അളയെ നമുക്ക് ഇറങ്ങാം, അങ്ങ് എത്തുമെന്ന് അറിഞ്ഞോടല്ല. അങ്ങനെ ഇവൻ പറഞ്ഞ ശരി പോവാ എന്നറിഞ്ഞിട്ട് വണ്ടി എടുത്ത് ഞാൻ ഇവന്റെ വീട്ടിൽ ചെന്ന് ഇവ ഇറങ്ങി പെട്ടെന്ന് പുറകെ ഇവന്റെ വീട്ടിൽ നിന്ന് വിളിക്കും, നീ 3 മണിക്ക് എവിടെ പോകുന്നതാണ്. അങ്ങനെ ഭയങ്കര സീനൊക്കെ. പിന്നെ കുഴപ്പമൊന്നുമില്ല, ലൈക്ക് അവർക്കറിയാം. അന്ന് എല്ലാരും സീനാക്കി. എന്റെ വീട്ടിലും ഇപ്പൊ എത്തണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വീട്ടിൽ എത്തിയപ്പോ വലിയ സീനില്ലായിരുന്നു. അങ്ങനെയായിരുന്നു പണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ ഡെയിലി ട്രിപ്പ് പോക്കായിരുന്നു. സത്യം, അന്നൊന്ന് ശരിക്കും. ഇപ്പൊ ട്രിപ്പ് പോകാൻ പൈസ ഇല്ലല്ലേ? സത്യം, അന്നും പൈസ ഇല്ലായിരുന്നു. ട്രിപ്പ് പോയിരുന്നു, അതാണ് പ്രശ്നം. ഇപ്പൊ ഒട്ടും പൈസ ഇല്ല, അപ്പോഴും പൈസ ഇല്ല. അപ്പം കയ്യിൽ പൈസ ഇല്ല, പക്ഷെ ട്രിപ്പ് പോകുമായിരുന്നു. സത്യം. പിന്നെ നമ്മള് മെയിനായിട്ട് പോയത് അവിടെ നമ്മുടെ വാഗമൺ പോയി. അതൊരു വീശയാണ് ട്രിപ്പായിരുന്നു. സത്യം, കൊറോണ സമയത്ത് ഇങ്ങനെ ട്രിപ്പ് പോവാ. അതിന്റെ ക്ലിപ്സ് ഒക്കെ എന്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്. പിൻ ചെയ്തേക്കാം. സൂപ്പർ 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 സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ അതിന് നമ്മൾ മൊത്തം 3 പേരാണ് പോയത്. ഞാൻ ഇവിടെ നിന്ന് വാഗമൺ വരെ. ഇവന്റെ സ്കൂട്ടർ സോളോ വൈബ്. ഇവൻ കൂട്ടുകാരന്റെ അഭിജിത്ത് എന്ന് പറഞ്ഞ വേറൊരു കൂട്ടുകാരന്റെ NS. നല്ല രസമായിരുന്നു. സീനല്ലേ? പക്ഷെ ആലോചിക്കുമ്പോഴേ നമ്മൾ അങ്ങനെ അന്ന് ട്രിപ്പ് പോയതുകൊണ്ട് നമുക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട്. സത്യം, ഇങ്ങനെ ഇരുന്ന ഒരു വളവ് തിരിഞ്ഞപ്പോ താഴെ കിടക്കുന്ന നല്ല മെമ്മറീസ്. സത്യം. അതിന്റെ വീഡിയോ എന്റെ ഇല്ല, പക്ഷെ സൂപ്പർ മെമ്മറി ആയിരുന്നു. ഞാൻ അഭിജിത്താണെങ്കിൽ പതിയെ നമ്മള് വണ്ടി ഏതാണ്ട് ഓഫായിട്ട് ഇങ്ങനെ ഉരുണ്ടു പോവല്ലോ, അത് ഇറക്കാൻ. അതുപോലെ പതിയെ പോവാ. പെട്ടെന്ന് ഒരു വളവെത്തിയപ്പം അവന് വളയ്ക്കാൻ പറ്റുന്നില്ല. വണ്ടി നേരെ ഒരു കൈവരി പോലെ സംഭവമുണ്ട്, അവിടെ ഇടിച്ച് വീണ. ഞാൻ ബൈക്കില് മറ്റേ ഇവരുടെ 3 പേരുടെ ലഗേജ് ഒക്കെ ഉണ്ടായിരുന്നു സ്കൂട്ടറിൽ. ഞാൻ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടി പതുക്കെ വന്ന വളവ് തിരിഞ്ഞപ്പോ നോക്കിയപ്പം അറിയാന്നുള്ള പയ്യന്മാര് തറയിൽ കിടക്കുന്നു. ഇതായത് പിന്നെ നിർത്തിയിട്ട് പോയി നോക്കിയപ്പോ ഇവന്മാരുണ്ടായിരുന്നു. ഒന്നും പറ്റിയൊന്നുമില്ല വലുതായിട്ട്. ഇവന്റെ കയ്യിൽ ചെറിയ നീരുണ്ടായിരുന്നു. സംഭവം പറ്റണമെങ്കിൽ തന്നെ അഭിജിത്തിനായിരിക്കും പറ്റേണ്ടിരുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഞാനും വണ്ടിയും അവന്റെ പുറത്തായിരുന്നു. പിന്നെ അവിടെ നിന്ന് പിന്നെ വാഗമൺ പോയി. എന്തിനു പോയിന്ന് വെച്ചാൽ തണുപ്പ് കൊള്ളാനും മഴ കൊള്ളാനും. അയ്യോ, എനിക്ക് പനിയായി പോയി. പേടിച്ച് പനിയായി. രാത്രി ഞാൻ മറ്റേ മെഡിസിനൊക്കെ മേടിച്ചു കൊണ്ട് കൊടുക്കുന്നു. പക്ഷെ അത് എന്നിട്ട് റൂമെത്തിയിട്ട് ഉടനെ തന്നെ വാഗമൺ പോയി. പക്ഷെ കയറാൻ പറ്റില്ല. അവിടെ കൊറോണ കാരണം എല്ലാം അടച്ചിട്ടേക്കാറ്.
അതൊരു പറഞ്ഞില്ല, അവിടെ പാസ്സൊക്കെ എടുത്ത നമ്മളകത്തോട്ട് ആ ശരിയാണ്, പാശയ്ക്ക് എടുത്തിട്ട് അകത്ത് സീനാണ് കേസ്. നമ്മള് നേരെ പൈൻ ഫോറസ്റ്റ് എത്തിയപ്പോ പറയുന്നത് കൊറോണ ആയതുകൊണ്ട് അടച്ചിട്ടേക്കുവാണ്, ഇങ്ങോട്ട് എൻട്രി ഇല്ല. പിന്നെ മഴയെല്ലാം കൊണ്ട് തിരിച്ചു വന്ന് റൂം എടുത്ത് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ തിരിച്ചു വന്ന്. സത്യം വാട്ട് എ വണ്ടർഫുൾ ജേണി. എന്നിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞ എന്റെ കൂടെ ബൈക്കിലാണ് വന്നതെന്ന്. അല്ല ബൈക്ക് പൊന്മുടിയാ പോയെന്ന്. എവിടെ പോയെന്ന് പറഞ്ഞു? എവിടെ ആരുടെ വീട്ടിൽ പോയതാ? കാറിലാ പോയതാ? കാറിലാ പോയെന്ന്. പിന്നീട് ഏറ്റവും മണ്ടനെന്ന് വെച്ചാൽ ഇതൊക്കെ പറഞ്ഞോണ്ട് ഞാൻ യൂട്യൂബ് ഇട്ട് എന്നിട്ട് കാണിച്ചു. അല്ല എന്നിട്ട് വീട്ടില് പപ്പ കണ്ടു ടിവിയില്, ആൻഡ്രോയിഡ് ടി വി കണ്ട്. എന്നിട്ട് എന്തുവാ അന്ന് ഫോണിൽ കണ്ടു. സോറി, ആൻഡ്രോയിഡ് ടി വി പിന്നീടാ കിട്ടിയ. അപ്പൊ അന്ന് ഫോണിൽ കണ്ടിട്ട് എടേ നീ ഏത് വണ്ടി പോയത്? നമ്മളെ വണ്ടി പോലെ തന്നല്ല. നമ്മുടെ പോലത്തെ ഒരു വണ്ടിയാണ്. എന്നിട്ട് പിന്നെ പതിയെ ഞാൻ പറഞ്ഞു, പപ്പയ്ക്ക് മനസ്സിലായി. പക്ഷെ നമ്മള് പിന്നെ പൊന്മുടി പോലും വണ്ടി ഓടി എത്തൂല എന്ന് പറഞ്ഞ വണ്ടി കൊണ്ടാണ് വാഗമൺ പോയത്. ശരിയാ, പപ്പ പറഞ്ഞ ഈ സ്കൂട്ടറും കൊണ്ട് പൊന്മുടിയൊന്നും പോകാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാനോട് വാഗമൺ പോയത്. പൊന്മുടി ഫാൻസിയാണ് കേസ്. അങ്ങനെ കുറെ കാലം നിനക്ക് ഓർമ്മയുണ്ടാ? ഹൃദയം നീയും KSRTCന്റെ അടിയിലായിരുന്നു. നീ ഇച്ചിരി ഉറക്കെ പറയാട്ടാ. ആണോ? ഹലോ ഹലോ ചെക്ക് ചെക്ക് ചെക്ക്. സംഭവം ഹൃദയക്ക് ഞാൻ വിചാരിച്ചു ഹൃദയക്ക് അന്ന് വണ്ടി ഓട്ടിക്കാരെന്ന് വിചാരിച്ചു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ അന്ന് ആക്ച്വലി ഹൃദയം അത്യാവശ്യം വണ്ടി ഓട്ടിക്കുന്ന, പക്ഷെ അവൻ അങ്ങനെ അധികം പുറത്തോട്ടൊന്നും പോയിട്ടുണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. അതെ. അപ്പൊ ഞാൻ അന്ന് എവിടെ പോയത്? നമ്മള് അരീക്കര ഡാം കാണാൻ പോയത്. ഞാനുണ്ട്, സിബിൻ, ഞാൻ ഹൃദയ്. നമ്മൾ 2 സ്കൂട്ടർ പോയി. അവന്റെ പ്ലഷർ, എന്റെ മറ്റേ എന്താ സൈക്ലിനിക് ആൽഫ, അങ്ങനെ എന്തോ ഒരു സാധനമാണ്. ഇപ്പഴും അത് തന്നെ. പക്ഷെ ഇവന് അന്ന് നല്ലപോലെ വണ്ടി ഓട്ടിക്കാൻ അറിയാം, അതുകൊണ്ട് സീനില്ല. ഇവനെ കണ്ടിട്ട് അവൻ ബാക്കിൽ, ആ വണ്ടിക്കും കുഴപ്പമുണ്ടായിരുന്നു, അവന്റെ ബ്രേക്ക് കംപ്ലൈന്റ് ആയിരുന്നു, പിന്നെ ടയറൊക്കെ ഇച്ചിരി മോശമായിരുന്നു, വണ്ടിക്കും കുഴപ്പമുണ്ടായിരുന്നു. ഇവന്മാര് പോകുന്ന കണ്ടിട്ടാണ് അവനും കേറിയിട്ട് എടുത്ത് ഭയങ്കര കൊഴുപ്പായിരുന്നു. മറ്റേ എവിടെയായിരുന്നു? കവടിയാർ മറ്റേ സ്പോട്ട് ഉണ്ടല്ലോ, ഇങ്ങനെ വളഞ്ഞ് ജവഹർനഗർ അവിടുത്തെ കോർണറൊക്കെ സൂപ്പറായിട്ട് വളച്ചെടുത്തിട്ട് നമ്മളവിടെ ജ്യൂസും കുടിച്ച്. അപ്പൊ നമ്മളെ യൂട്യൂബർ കണ്ണൻ ഗെയിമറല്ലേ, ഞാൻ കണ്ട്. ആ പുള്ളിക്കാരൻ ഞാൻ കണ്ടു. ഇവരാരും കണ്ടില്ല അന്ന്. പുള്ളി അത്ര ഫേമസ് ഇല്ല അന്ന്. അപ്പൊ കണ്ണൻ ചേട്ടൻ കണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പോവായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോയ വഴിക്കാണ് ഈ സംഭവം സംഭവിച്ചത്. അപ്പൊ അങ്ങനെ പോയ വഴിക്കാണ് പറഞ്ഞ പോലെ സംഭവം സംഭവിച്ചത്. സംഭവം എന്താന്ന് വെച്ചാ, ഇപ്പം അറിയാത്തവർക്ക് തന്നെ പറയാം, നിങ്ങൾ എന്ത് ഓവർടേക്ക് ചെയ്താലും ഒരിക്കലും വളവില് ഓവർടേക്ക് ചെയ്യരുത്. അതെ. പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്യരുത്. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല എന്ന് അന്ന് മനസ്സിലായി. സത്യം. അന്ന് എന്റെ കോൺഫിഡൻസ് മൊത്തം പോയി. ഞാൻ പറഞ്ഞടാ കേറല്ലേ. അയ്യോ കറക്റ്റ്. സിബിന് ഐ മീൻ അവനും കൂടെ വേണമായിരുന്നു. സിബിൻ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. കാര്യം ഞങ്ങള് കണ്ടെന്ന് വെച്ചാ ഇമ്മാരെ പുറത്തോടെ വണ്ടി കയറിപ്പോയി. ഞാന് ബസ് നിർത്തിയേ, ഒന്ന് ഇമ്മാരിടിച്ചിട്ട് നിർത്തി. ഞാനും സിബിനും കൂടി, ഞാൻ വണ്ടി നിർത്തിയില്ല, ഞാനങ്ങ് വിട്ട്. സിബിനെ മുതുക് തട്ടിയിടാ, എടാ നിർത്ത്. ഞാൻ മനസ്സുണ്ട് അമ്മമാര് ചത്ത്, ഇനി നിന്നാ സീനാണ് ഒക്കെ വീട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ആ ഒരു ടെൻഷനിൽ അങ്ങനെ ചിന്തിച്ചു, കണ്ണാടി വേണ്ടെന്ന്. പെട്ടെന്ന് സിബിൻ പറഞ്ഞു, എടാ ഹൃദയം എഴുന്നേറ്റ്. ഞാൻ പെട്ടെന്ന് ഒരുത്തിനെങ്കിലും രക്ഷപ്പെട്ടത് നോക്കിട്ട്. ഞാൻ ശരിക്കും പറഞ്ഞ ഫ്രണ്ടിലൊന്നും കണ്ടുകൂടായിരുന്നു. ഇവൻ ഒരു ബസ്, ഒരു കയറ്റം, ഒരു ഇറക്കം, ഒരു വളമായിരുന്നു. അപ്പൊ ഒന്നും കണ്ടുകൂടായിരുന്നു. ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിട്ട് കയറി. ഞാൻ പറഞ്ഞ അളിയാ കയറരുത്. അപ്പൊ അവൻ പറഞ്ഞില്ല, സീനില്ല, പേടിക്കേണ്ടി, ഞാൻ കൊണ്ട് കയറ്റാന്ന് പറഞ്ഞ് കയറി. ആ ബസ്സിന്റെ ബാക്ക് ഇടർന്ന് തൊട്ട് മുമ്പ് ഒരു ബാക്ക് ഇടർന്ന് 2 ഇഞ്ച് മുമ്പ് ഒരു ഓപ്പോസിറ്റ് ഒരു സ്കൂട്ടർ ചേച്ചി ഓടിച്ചോണ്ടായിരുന്നു. അങ്ങനെ ഈ ചേച്ചിക്ക് സൈഡ് കൊടുത്ത് നേരെ ഹാൻഡിൽ ബാർ ബസ്സിൻ്റെ ഇടിച്ചു. അവിടെ ഇങ്ങനെ വണ്ടി നിന്നിട്ട് വെട്ടി വീണു. ഞാൻ കണ്ണുറന്നപ്പോൾ കാണുന്നത് പ്ലാറ്റ്ഫോമാണ് എൻ്റെ ഫ്രണ്ട് കൂടെ പോകുന്നത് ബസ്സിന്റെ. ഞാൻ കുറച്ചുകൂടെ ഫ്രണ്ടിലാണ് പോയി വീണ്ടുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇവൻ പറഞ്ഞ പോലെ ഇവൻ നിർത്താണ്ട് പോയിട്ട് വന്നേനെ. ഇതൊന്നും അല്ല ഏറ്റവും കോമഡി. ഞാനിങ്ങനെ തറയിൽ കിടന്ന് പിടിച്ചെണിക്കുന്നതിന്റെ ദേഹം മൊത്തം ദേഹം മൊത്തം മുറിഞ്ഞ് സ്കൂട്ടർ അടക്കുന്ന മറ്റേ മിറർ അപ്പുറത്തും ഇപ്പുറത്തേക്കിട്ട് തെറിച്ച് നോക്കിയപ്പോ ഈ ഹൃദയം എന്ന് പറഞ്ഞ വണ്ടി ഓടിച്ച പയ്യൻ എണിച്ച് ഒരു ഇറക്കമല്ലേ, ആ ഇറക്കം ഓടുന്നു. ഇവന്മാര് ചേടെ പോകുന്നു ചോദിച്ചപ്പോ പറയില്ല, അമൃതാഞ്ജൻ ഉരുണ്ട് പോകുന്നു, ടൈഗർ ബം ഉരുണ്ട് പോകുന്നു. ഞാൻ ഇങ്ങനെ പിടിച്ച് എണിക്കുന്ന എന്റെ ദേഹം മൊത്തം മുറിഞ്ഞിരിക്കുന്നു. എന്നെ ആരും നോക്കണമില്ല. അവ ഓടുന്നു. സംഭവം
ഞാൻ സിബിൻ ഇങ്ങനെ പറഞ്ഞപ്പോ തിരിച്ചു നോക്കിയപ്പം തിരിച്ച് ഞങ്ങൾ എത്തിയപ്പോ ഒരുത്ത ഇറങ്ങി ഓടുന്നു. ഓ ഞാൻ എഴുന്നേക്കുന്നു. അയ്യോ, ഭാഗ്യത്തിന് നമ്മൾ ആരും കുറ്റം പറഞ്ഞില്ല. എല്ലാരും KSRTC ബസ്സിനെ കുറ്റം പറഞ്ഞു. അതെന്തോ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. ഭാഗ്യം നമ്മൾ അവന്മാര് കണ്ടില്ല, അതാണ് വേറൊരു കാര്യം. സത്യം. അവന്മാര് വിചാരിച്ച് നമ്മൾ ഇങ്ങോട്ട് വന്ന വണ്ടിയാണ് എന്തോ ആണെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് അന്നേരം ഒരു പ്രശ്നമില്ല. പിന്നെ പെട്ടെന്ന് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ സ്കൂളിൽ പോയി. അതെ, പെട്ടെന്ന് എല്ലാം ക്യാൻസൽ ചെയ്തിട്ട്. അന്ന് എന്തിനു സ്കൂളിൽ പോയ? വെറുതെ നമ്മൾ നോർമലി ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ പോകാറുണ്ട്. അന്ന് പോയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പഠിച്ച സ്കൂളിൽ പോയി. സ്കൂളിന്റെ പേരെന്ന് പറയുന്നില്ല, പ്രൊമോഷൻ ആയിപ്പോ. അതെ, അതുകൊണ്ട് പക്ഷെ അവിടെ പഠിച്ചോണ്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കുന്നത്. സത്യം. പണിയൊന്നും ഇല്ലാണ്ട്. അല്ല, അത് മാത്രല്ല, +2 ജയിച്ചോണ്ടോ പഠിച്ചോണ്ട്. അതിപ്പോ അവിടുത്തെ ടീച്ചേഴ്സിനെയും പ്രിൻസിപ്പാളിനെയും എല്ലാം നന്ദി പറഞ്ഞാൽ പറ്റും. പിന്നെ നമ്മള് പഠിച്ച നമ്മളെ സത്യം. പക്ഷെ ഒരു രീതി ചിന്തിക്കുകയാണെങ്കിൽ നമ്മള് ഒരുപാട് സ്ഥലത്തിലൊക്കെ ട്രിവാൻഡ്രം ഒരുപാട് കണ്ടില്ല. നമ്മള് അങ്ങനെയാണെങ്കിൽ +2 കഴിഞ്ഞ് ഒരു 1 ഇയർ അറൗണ്ടില് നമ്മൾ ട്രിവാൻഡ്രം ഒരു 3/4 ഭാഗം കവർ ചെയ്തു. എന്റെ സ്കൂട്ടർ എനിക്ക് തോന്നുന്നു വീട്ടിലാരും അധികം ഓടിച്ചിട്ടില്ല. എനിക്കൊരു പൾസർ ഉണ്ടായിരുന്നു, അപ്പൊ അതും സ്കൂട്ടർ നമ്മൾ നിന്ന വെപ്പില് എവിടെ കൊല്ലം നിന്നപ്പില് വീട്ടിൽ നിന്ന് ചായ പിടിക്കാനും കൂടിപ്പോയി 100 രൂപ മേടിക്കുന്നു, പൊട്ടോടിക്കുന്നു, പോകുന്നു. തിരിച്ചു വരുമോ ഇല്ലേ ഒന്നും പറഞ്ഞോളൂ. പക്ഷെ പോകും. എവിടെന്നെങ്കിലൊക്കെ പൈസ സെറ്റ് ചെയ്യും, പെട്രോൾ അടിക്കാനുള്ള പൈസ സെറ്റ് ചെയ്യും. പിന്നെ ഫുഡൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ആരെങ്കിലൊക്കെ പരിചയക്കാർ കാണും. സത്യം. അപ്പൊ അങ്ങനെ ഫുഡെല്ലാം അങ്ങനെയായിരുന്നു. നമ്മൾ കൊല്ലത്ത് പോയി, പിന്നെ ഇടുക്കി, വാഗമൺ, പിന്നെ ട്രിവാൻഡ്രത്ത് ചിട്ടിപ്പാറ, മറ്റേ ചട്ടിപ്പാറ, എല്ലാ പാറയിലും പോയി. ട്രിവാൻഡ്രത്ത് കേറാൻ പറ്റുന്ന എല്ലായിടത്തും കയറിയിട്ടുണ്ട്. ഇടയ്ക്ക് പിനാക്കിൾ വ്യൂ പോയിന്റ് കൊറോണ സമയത്ത് അങ്ങനത്തെ ഒരു സ്ഥലം വൈറലാക്കിയ ഞങ്ങളായിരുന്നു. അതെ അതെ, നൈസായിരുന്നു. പക്ഷെ അന്ന് യൂട്യൂബില് വീഡിയോ ഇട്ടിട്ട് ആ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ എന്റെ യൂട്യൂബ് ചാനൽ ക്ലിക്ക് ചെയ്യാന്. കാര്യം ആ ഒരു വീഡിയോ ഞാൻ ചുമ്മാ ഒരു ടൈം ലാപ്സ് പോലെ എടുത്തു. ആ വീഡിയോ കുറെ റൈഡർ ഗ്രൂപ്പിൽ പോയി, ഒരുപാടുണ്ടായിരുന്നു. നല്ല രസമുള്ള വീഡിയോ ആയിരുന്നു അതൊക്കെ. പിഞ്ചിയ കേസ് നമുക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നീട് കോളേജിൽ കയറിയപ്പോഴാണ് പിന്നെ റൈഡ് അങ്ങ് കൂടിയത്. അതെ, അല്ലാണ്ട് ഇവന്മാര് കോളേജിൽ കയറിയപ്പോ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുക. അങ്ങനെ കുറച്ച് ഇത്രയും പഠിച്ചതല്ലേ, +2 ഭയങ്കര പാടായിരുന്നു. അപ്പൊ സത്യം ഞാൻ കുറച്ച് ലോങ് ആയിട്ട് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ വീട്ടിൽ. പക്ഷെ പെട്ടെന്ന് കോളേജിൽ കയറി. ഇവന്മാര് ഏകദേശം 2 മാസം ഇവന്മാര് വീട്ടിൽ വരുമായിരുന്നു, കോളേജ് ക്ലാസ് കിട്ടിയത്. പിന്നെ ഞാൻ തന്നെ വിചാരിച്ചു ഞാൻ കയറില്ലെങ്കിൽ ഇവന്മാരും പാസ്സാവില്ല. അതുകൊണ്ട് ഞാനിവിടെ പിന്നെ കോളേജിൽ കയറി. ആര്? ഞാനും സൂരജും പിന്നെ സിബിൻ, നമ്മളെല്ലാരും. പക്ഷെ സ്കൂൾ ഡേയ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. എപ്പോഴും നമ്മൾ നിന്റെ വീട്ടിലായിരുന്നു വീട്ടിൽ വന്നോണ്ടിരിക്കാൻ. ഒരു ഹബ്ബായിരുന്നു ഗൈസ്, നമ്മൾ എല്ലാരും ഇങ്ങനെ കൂടുതൽ നൈസായിരുന്നു. പിന്നെ ഇപ്പൊ എല്ലാം മാറി ഗൈസ്. ഞാനിപ്പം കുറച്ച് ലോങ് പോത്തങ്കോട് താമസിക്കുന്നു. പോത്തങ്കോട് എനിക്ക് വലിയ ദൂരമല്ല. എനിക്ക് ഇച്ചിരി ദൂരമുണ്ട്. എനിക്ക് ഇച്ചിരി ദൂരമുണ്ട് ഗൈസ്. അപ്പൊ ഇവിടെ നിന്ന് ഏകദേശം 10-12-11 കിലോമീറ്റർ വരും. ഞാൻ ഡെയിലി പോത്തങ്കോട് അങ്ങനെ ഞാൻ പൗടിക്കോണം ചോദിച്ചാ ഗൈസ്. എനിക്കെന്ന് പറയാൻ ഇവൻ പറയും പോലെ എനിക്ക് ഡെയിലി റൈഡ് ഉണ്ട് ഗൈസ്. ഞാൻ ഇവിടെ രാവിലെ ആകുമ്പോൾ സിറ്റിക്കകത്ത് വരും. ഇവിടെയാണ് എന്റെ ഫ്രണ്ട് സർക്കിളും ഇവനെല്ലാം ഇവിടെയാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ തിരിച്ച് രാത്രിയാ പോകുന്നത്. രാത്രി ഒരു 12:30-1 മണിക്കാണ് പോകുന്നത്. എനിക്കതൊരു വലിയ റൈഡാണ്. അപ്പൊ അത് ഒരു പോയിട്ടും തീരാത്തൊരു റൈഡാണ് എനിക്ക്. പോത്തങ്കോട് വരെ സീനാണ്. ഇപ്പൊ നമ്മള് നേരത്തെ എന്റർടൈൻമെന്റിന് വേണ്ടി റൈഡ് പോയിക്കൊണ്ടിരിക്കുക, ഇപ്പൊ ജീവിക്കാൻ വേണ്ടി. അതെ, ഇപ്പൊ ജീവിക്കാൻ വേണ്ടി സ്വിഗ്ഗി റൈഡാണ്. സ്വിഗ്ഗി എങ്ങനെയുണ്ട്? സ്വിഗ്ഗി ഇപ്പൊ എങ്ങനെയുണ്ട്? സ്വിഗ്ഗി നന്നായിട്ടുണ്ട്. ആൾക്കാർ ഫുഡ് കഴിക്കുന്ന തുറന്നു കളയാം. ഇപ്പം എല്ലാരും സ്വിഗ്ഗി ആയില്ലേ? ഇപ്പൊ മറ്റേ സാധനങ്ങൾ വാങ്ങുന്നവരെ സ്വിഗ്ഗി. അത് ഇൻസ്റ്റാമാർട്ട് എന്നാണ് സാധനങ്ങൾ. രാത്രി ഒരു ദിവസം ഞാൻ സ്വിഗ്ഗിക്ക് ഇറങ്ങുന്നതിന് മുന്നേ, നോട്ട് സ്പോൺസർഡ് ബൈ സ്വിഗ്ഗി. അതന്നെ, നോട്ട് സ്പോൺസർഡ്. തന്ന് സഹായിക്കണം സാധനങ്ങൾ. അതായത് ഞാൻ ഇതിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ ഫ്രണ്ടിന്റെ കൂടെ ചുമ്മാ പോവായിരുന്നു, അവൻ ബോറടിക്കാതിരിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴാണ് ലാസ്റ്റ് എത്ര മണിക്കായിരുന്നു നമുക്ക് ഓർഡർ അടിച്ചത്? 12:45 1 മണിക്ക് എന്തോ ഓർഡർ അടിച്ചായിരുന്നു. ഉച്ചക്കാണോ രാത്രി? ഓർഡർ ഇത്രേ ഉള്ളൂ. ഒരു ബ്രെഡാണ് ഓർഡർ. രാത്രി നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ ഒരു കടയുണ്ട, 40 രൂപയുടെ ബ്രെഡ് കൊണ്ട് കൊടുക്കേണ്ടത് കാട്ടാക്കട. അടിപൊളി. എന്നെ കൊണ്ട് കൊടുത്തു. കാട്ടാക്കട എന്ന് പറഞ്ഞപ്പോ എനിക്ക് റൈഡ് എക്സ്പീരിയൻസ് റീസെന്റ് ഉണ്ടായി. കാര്യം റീസെന്റ്ലി ഒരു കല്യാണത്തിന് പോയതാണ്. അവിടെ ഈവനിങ് ആയിരുന്നു. ഒരു വെന്യൂ എന്ന് പറയുന്നത് ഓപ്പൺ, അതിനെന്താ പറയുക, ഡെസ്റ്റിനേഷൻ വെഡിങ്. അപ്പം ഈവനിങ് പോയിട്ട് ഞാൻ ഇങ്ങനെ ആകാശത്ത് നോക്കിയപ്പോ നല്ല ഇരുട്ട്. പിന്നെ അമ്മ എന്നെ വിളിച്ചിട്ട്, എടാ ഇന്ന് നീ വീട്ടിൽ വരണ്ട,
അവിടെ എനിക്ക് അടുത്തൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ അവര് വന്നിട്ടുണ്ട്. എനിക്ക് കാണിച്ചു അവിടെ നിന്നിട്ടാ. ഞാൻ പറഞ്ഞ എന്താ എടാ നിന്റെ വണ്ടിക്ക് ലൈറ്റ് ഇല്ല, അത് ശരിയാക്കിയില്ല. ഞാൻ പറഞ്ഞു നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറയണേ ഇപ്പൊ നീ ശരിയാക്കാതെ നീ അങ്ങ് പോയി കഴിഞ്ഞാൽ ശരിയാക്കിയിട്ടില്ലേ? ഇപ്പൊ ശരിയാക്കി. അതിനുശേഷം വന്ന് ശരിയാക്കി. ഞാൻ തിരിച്ചു വരാൻ പാടുപെട്ട്. പിന്നെ ഒരു KL01 ഒരു ഗവൺമെന്റ് വണ്ടി കണ്ട് അതിന്റെ പുറകെ വെച്ച് പിടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ വണ്ടി കാണുന്നില്ല. പിന്നെ ഗൂഗിൾ മാപ്പ് പറഞ്ഞ വഴി പോയപ്പോ ഞാൻ പെട്ട്. ഏതൊക്കെയോ ഊട് വഴി കൂടെ പോയി. അവസാനം ഞാൻ പേടിച്ച്. അപ്പൊ ഒരു അങ്കിൾ വഴി കണ്ടിട്ട് പറഞ്ഞു, മോനെ എന്താ നീ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തോടെ നിൽക്കുന്നത്, എന്തോ കള്ളലക്ഷണം തോന്നി. ഞാൻ പറഞ്ഞു അങ്കിൾ എന്റെ വണ്ടിക്ക് ലൈറ്റ് ഇല്ല എന്ന് ഓണാക്കി കാണിച്ചിട്ടത്. പുള്ളി പറഞ്ഞു എന്നെ ഫോളോ ചെയ്ത് ഞാൻ മെയിൻ റോഡ് ആക്കി തരാം, എന്നിട്ട് സ്ട്രെയിറ്റ് ആ റോഡ് നേരെ പിടിച്ചാൽ മതി. അങ്ങനെ എങ്ങനെയൊക്കെയോ വീട്ടിൽ വന്നു. ഞാൻ പറയാം 8:30 ഇറങ്ങിയ ഞാൻ 9:45 10 മണിക്കാണ് ഞാൻ വീട്ടിൽ എത്തി. 1 മണിക്കൂർ മിനിമം മാക്സിമം എടുക്കത്തുള്ളൂ കാട്ടാക്കടയിൽ നിന്ന്. നീ ഇപ്പൊ പറഞ്ഞു ലൈറ്റ് ഇല്ലാത്ത കേസ് പറഞ്ഞപ്പോ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജോസ്. അവനൊരു ഫസീന ഉണ്ട്. അത് വേണ്ട സമയത്ത് ലൈറ്റ് ഓൺ ആവില്ല, അല്ലാത്ത സമയത്ത് ലൈറ്റ് ഓൺ ആവും. ഈ കുഴിയിലൊക്കെ ഇറങ്ങുമ്പോൾ ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലോട്ട് പോകും. ലൈറ്റ് അല്ല, ഇതിപ്പം നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. കൈ ഇട്ടിട്ട് ഇങ്ങനെ താക്കേം പൊക്കുകയും ചെയ്യും. ലൈറ്റ് ഇങ്ങനെ അകത്തിട്ട് ഇങ്ങനെ ഓടും. അപ്പോ അതിനു മുമ്പ് അവന്റെ അഡ്ജസ്റ്റബിൾ അല്ലായിരുന്നു. കുഴിയിലിറങ്ങുന്ന ലൈറ്റ് ഓഫ് ആയി പോയായിരുന്നു. അങ്ങനത്തെ സെറ്റപ്പ് ആയിരുന്നു, വൺ സെറ്റപ്പ്. നമ്മൾ പിന്നാക്കിൽ പോയായിരുന്നു. ഞാനും ഈ ജോജസ് എന്ന് പറഞ്ഞ പയ്യനും വേറെ 2 പയ്യന്മാരും. അവരെന്റെ ബൈക്കിൽ ഞാനും ജോജസ് കൊണ്ടിട്ടില്ല. പോയി നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് പോയി വഴി തെറ്റി ഒരു കുഞ്ഞു വഴി, സൈഡില് കൊക്ക, മുകളില് മല, സൈഡില് മല എന്നൊക്കെ ആയിട്ട്. അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ഫ്രണ്ടില് ഇവന്മാര് ബൈക്കിൽ പോകുന്നുണ്ട്. ഇവന്മാര് വലിയ ടണാണെങ്കിൽ ഇൻഡിക്കേറ്റർ ഇടും, ചെറിയ ടണാണെങ്കിൽ ഇൻഡിക്കേറ്റർ ഇടത്തില്ല. പൊക്കോണ്ടിരിക്കുവായിരുന്നു. ഒരു 60 പിടിച്ച് പോകൊണ്ട് വേറെ ആരുമില്ല. രാത്രി നമ്മൾ ഇവിടുന്ന് 12:45 ഇറങ്ങി. വെറുതെ പൊക്കോണ്ടിരുന്ന സമയത്ത് ഒരു എസ് വളവായിരുന്നു. കോർണർ ചെയ്ത് ഫ്രണ്ടിൽ പോയി ഇൻഡിക്കേറ്റർ ഇട്ട് കോർണർ ചെയ്തപ്പോൾ മനസ്സിലായി വലിയ വളവായിരുന്നു. ഞാൻ കോർണർ ചെയ്തു, കുഴിയിലിറങ്ങി, ലൈറ്റ് ഓഫ് ആയി. ലൈറ്റ് ഓഫ് ആയി, വണ്ടി പിടിച്ചു നിർത്തി ഇറങ്ങി. ഞാൻ പിന്നെ അവനെ നന്നായിട്ടൊന്ന് അവന്റെ അച്ഛനെ അമ്മേനെ അഭിസംബോധന ചെയ്തു. എന്നിട്ട് മറ്റവന്മാരെ കാണാനില്ല, വണ്ടി സ്റ്റാർട്ട് ആവണമില്ല. നല്ല രസമായിരുന്നു. ലൈറ്റ് ഓഫ് ആയി, വണ്ടി ഓഫ് ആയി, അവിടെ നിന്നു. അതായത് ലൈറ്റ് ഓൺ ആക്കിയപ്പോ കൊക്കയുടെ സൈഡിലാണ് ഞാൻ വേണ്ടി നിൽക്കുന്നത്. പിന്നെ പോയവന്മാര് തിരിച്ചു വന്നു. കാരണം അവന്മാർ നമ്മൾ കൊക്കയിൽ പോയി. പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആയപ്പോൾ കൊക്കയിൽ പോയി. അതിന് അവന്മാർ തിരിച്ചു വന്നു. ഈ പിനാക്കൽ എന്തിനു പോയെന്ന് വെച്ചാല്, പിനാക്കലിൽ ഇപ്പൊ പോകാൻ പറ്റത്തില്ല. ഇപ്പൊ പോയാലും കാര്യമില്ല കൈസ്. കാരണം താഴെന്ന് മരമൊക്കെ വളർന്നിട്ട് ഫുൾ അലങ്കോലമായി. പഴയ പിനാക്കൽ വ്യൂവിന്റെ വ്യൂ ഇല്ല. അതെ, നമ്മള് പിന്നെ പോയത് മെയിൻ കാരണം ഈ നിസ്സഗരി വീഡിയോ എടുക്കാനാണ്. ഞാൻ വീട്ടിൽ നിന്ന് കട്ടൻ ചായ ഫ്ലാസ്കിലിട്ടാണ് പോയത്. അതിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് പോയത്. അതിന് വേണ്ടിയിട്ടാണ് നിസ്സഗരി അതൊരു സ്റ്റോറി ഇടാൻ വേണ്ടിയാണ് പോയത്. അവിടെ പോയി പിന്നെ അവിടെ കുറെ കോമഡികളൊക്കെ ഉണ്ടായി. അങ്ങനെ തിരിച്ചു വന്നു. നമ്മൾ മറ്റേ എന്തായിരുന്നു ആ സ്ഥലത്തിന്, തെന്മല? അതും തെന്മല. അതിനാണ് നമുക്ക് അതവിടെ എന്തൊരു റോസ്മലയിലെ ഏറ്റവും ഇവൻ സീനാണ്. അവിടെ ഓഫ് റോഡാണ്. ഇവനെ കൊണ്ട് സ്കൂട്ടർ അത്യാവശ്യം കുഴപ്പമില്ല. ഇവനെ കൊണ്ട് കയറില്ല. പിന്നെ ലാസ്റ്റ് ബുദ്ധിപരമായി വന്ന് നീങ്ങിയിട്ട് എന്നെ നടത്തിച്ചു. പിന്നെ ഇവൻ വണ്ടി കയറി പോയി. നമ്മള് പിന്നെ വലിയ കുറച്ച് മാസ്റ്റർ മൈൻഡഡ് ആയതുകൊണ്ട് നമ്മള് പിന്നാക്കിൽ നമ്മള് ഇവിടെ തെന്മല, ഇവിടെ റോസ്മല അല്ലേ, റോസ്മല പോയപ്പോ നമ്മള് പെട്രോൾ അടിച്ചായിരുന്നു. കയ്യിരുന്ന പൈസ എടുത്ത് പെട്രോൾ അടിച്ചു. അവിടെ പോയപ്പോഴാണ് ടിക്കറ്റ് വേണമെന്ന് പറയണേ. ക്യാഡ് എടുക്കുന്ന ക്യാഡ് എടുക്കൂല മോനെ, പോയിട്ട് വന്ന് ജീപ്പേ വരെ എടുക്കൂല അവിടെ. നിങ്ങൾ എന്താണ് ഗവൺമെന്റ് ഇങ്ങനെ ചോദിച്ചു. ഇപ്പൊ വരും വീട്ടിലോട്ട്. അത് സീനില്ല, ഗവൺമെന്റ് കാണാൻ തോന്നുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പിന്നെ താഴെ വന്ന് വിഷമം ഒരു കടക്കാരനെ തോന്നുമ്പോ കടക്കാരൻ ഒരു വഴി പറഞ്ഞു തന്നു. മോനെ ഈ ഒരു വിലയിൽ കൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ ആ സെയിം വ്യൂ തന്നെ, പക്ഷെ കുറച്ച് റബ്ബറിന്റെ ഇടയിൽ കാണാമെന്ന് പറഞ്ഞു. അത് തണലൊക്കെ ഉണ്ട്. പിന്നെ നമ്മള് അത്രയും വലിയ വ്യൂ വിട്ടിട്ട് ഇപ്പുറത്ത് നമ്മൾ നാച്ചുറൽ വ്യൂ ആയിരുന്നു, റബ്ബറിന്റെ ഇടയിൽ കൂടെ ഈ കാഴ്ച കണ്ട്. വാവു, പക്ഷെ നൈസായിരുന്നു. കണ്ടിട്ട് കുറച്ചേരം അവിടെ നിന്നിട്ട് പിന്നെ തിരിച്ചിറങ്ങി. നൈസ് എക്സ്പീരിയൻസ്. ഈ ഇടയ്ക്ക് ഞാൻ ബോണക്കാട് പോയായിരുന്നു. ബോണക്കാട് പണ്ട് നമ്മൾ പോയിട്ടുണ്ട്. ബോണക്കാട് ഓർമ്മയുണ്ട? ഗോസ്റ്റ് മറ്റേ ഹോണ്ടഡ് ഇല്ല, അവിടെ കയറ്റും. അന്ന് നമ്മൾ പോയപ്പോ അന്ന് പോയപ്പം അന്ന് അതും ഒരു ലക്കാണ് ഗൈസ്. കാരണം പോയ വണ്ടിയുടെ ടയർ പഞ്ചറാവുകയും പഞ്ചർ ഒട്ടിക്കാൻ പോയ ചേട്ടനെ കണ്ട് സംസാരിക്കുകയും ആ ചേട്ടൻ വഴി മറ്റേ ഫോറസ്റ്റ് ഓഫീസ് വിളിച്ച് പറയുകയും അവര് കയറ്റി വിടുകയും ചെയ്തായിരുന്നു.
അത് ഞാനും ചേട്ടനും ചേട്ടന്റെ ലവറും ചേച്ചിയുടെ അമ്മയും കൂടെയാണ് പോയത്. കാറ് കയറാത്തോണ്ട് 2 കിലോമീറ്റർ നമ്മൾ നടക്കേണ്ടി വന്നു. കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എന്റെ തലചെറുത്ത സ്വഭാവത്തിന് ഞാനൊരു ഒരു വലിയൊരു സംഭവം ചെയ്തു അവിടെ. ഭയങ്കര ട്വിസ്റ്റായിരുന്നു. മെയിൻ റോഡ് എല്ലാവരും നടക്കുന്ന പീസായിട്ട്. അപ്പൊ ഞാൻ സൈഡിലെ സ്റ്റെപ്പ് കണ്ടു, കാട്ടിക്കൂടെ സ്റ്റെപ്പ്. ഞാൻ ടാറ്റ പറഞ്ഞു, സ്റ്റെപ്പിൽ കയറി. അവരും ടാറ്റ പറഞ്ഞു. ശരിക്കും മറ്റേ സിനിമ പോലെ പോവല്ലേ എന്നാണ് പറഞ്ഞത്. ഞാൻ പോയി നല്ലത്. ഞാൻ ഷോർട്ട് കട്ട് പെട്ടെന്ന് എത്താൻ ഈ കാട്ടിലൂടെ കൂടെ ആൾക്കാർ നടന്നു പോകുന്നു, ചിലപ്പോ അവിടെ പോകുന്നതാണല്ലോ എന്നൊക്കെ ഞാൻ അറിയണ. ഞാൻ പോയി ഒരു 1/4 മണിക്കൂർ ഞാൻ ഒറ്റയ്ക്ക് കാട്ടിൽ കൂടെ നടന്നു. നല്ല രസമായിരുന്നു. എന്നുവെച്ചാ ഒരു നടക്കാനുള്ള ഒരു വഴിയും ഫുൾ പുല്ലും ഒരു അരുവി ഉണ്ടായിരുന്നു. അത് ക്രോസ് ചെയ്യാനുള്ള കല്ല് വെച്ചിട്ടുണ്ടാക്കിയ പാലവും. പോയി ലാസ്റ്റ് പോയി നിന്നപ്പോ 3 വഴി തിരിഞ്ഞായിരുന്നു. എന്റെ ഫ്രണ്ടിൽ 3 വഴി. ഒരു വഴി പോയപ്പോ അത് ഡെഡ് എൻഡ്, അടുത്ത വഴി പോയപ്പോ അത് ഡെഡ് എൻഡ്, അടുത്ത വഴി പോയപ്പോ അതിന് ഡെഡ് എൻഡ്. തിരിച്ചു വന്നാ നീ പോയ വഴി? തിരിച്ചെനിക്ക് 1.5 കിലോമീറ്റർ നടക്കാൻ. പിന്നെന്ത് ചെയ്ത്? ഞാൻ നോക്കിയപ്പോ എനിക്ക് ഈ റോഡ് കാണാം, ഈ താഴെ കൂടെ പോകുന്ന റോഡ് കാണാം. ഞാൻ ചേച്ചീനെ വിളിച്ചപ്പോ ചേച്ചിയും താഴെ ഉണ്ടായിരുന്നു. പക്ഷെ ചേച്ചിയെ എനിക്കൊരു ഉറുമ്പിന്റെ അത്രയുള്ളൂ കാണാവും. ഞാൻ ഒരു മലയുടെ മണ്ടയിലായിരുന്നു. പിന്നെ അതുവഴി കാടിന്റെ അകത്തൂടെ ഇറങ്ങിയല്ലേ വഴി. എന്റെ കയ്യും മുറിഞ്ഞ് കാലും മുറിഞ്ഞ് ഇട്ടിരുന്ന ഡ്രസ്സും ചീത്തയായി. ഞാൻ ഈ മല ഇരുന്ന് നിരങ്ങിയാണ് അന്ന്. ഞാൻ പോയി ചവിട്ടിയത് കല്ലില്ലായിരുന്നു. വീണ തെന്നി ഒരു മരത്തിൽ വന്ന് ഇടിച്ച്. അപ്പോഴാണ് ഞാൻ ആലോചിച്ച പാമ്പുണ്ട്, ആനയുണ്ട്, കരടിയുണ്ട്. കരടിയുണ്ട് എന്നാണ് എന്റെ അച്ഛൻ മഹാൻ പറഞ്ഞത്. കാണും കാടല്ലേ? അതെ, പറയാൻ പറ്റൂല. പക്ഷെ നമ്മൾ പണ്ട് പോയിട്ടുണ്ട്. ബോണക്കാട് പോയപ്പോ അവിടെ കയറ്റി വിട്ടില്ല. അതെ, നമ്മൾ അത് അവിടെ പോയിട്ട് തിരിച്ചു വന്ന സ്കൂട്ടറിൽ. പിന്നെ ബ്രൈമൂർ ഇടിഞ്ഞാറാണ് കേസ് എന്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ. അതെ, അത് ഞാൻ ഇവന് പോയത്. അതെ. പിന്നെ നമ്മളൊരു നീ വന്നായിരുന്നു അന്ന് മറ്റേ തമ്പുരാൻ പാറയില്. നമ്മൾ തമ്പുരാൻ പാറ എന്ന് പറഞ്ഞ് പോയി. നമ്മളെ പോയത് തമ്പുരാൻ പാറയിലായിരുന്നു. പക്ഷെ ഞാൻ രണ്ടാമത് ഫ്രണ്ട്സ്, എന്റെ വേറെ ഒരു സർക്കിൾ ഉണ്ടായിരുന്നു, അവരെയും കൊണ്ട് പോയി തമ്പുരാൻ പാറ അല്ലായിരുന്നു. കയറിയ പാറ മാറിപ്പോയി. താഴ്ന്ന ആൾക്കാർ മറ്റേ കമ്പൊക്കെ ആയിട്ട് വരുന്നു. അവിടെ അത് എന്താ മറ്റേ റെസ്ട്രിക്റ്റഡ് പാറയായിരുന്നു. അവിടെ കാറെ കയറാൻ പറ്റില്ല. ചേച്ചിയുടെ കുളിമുറിയുടെ സൈഡിൽ കൂടെയുള്ള പാറയാണ്, വഴിയാണത്. നമ്മൾ നടന്ന് നേരെ മേളിൽ ചെന്ന് അവിടെ ഇരുന്ന് പീസായിട്ട് ഇരുന്നപ്പോഴാണ് താഴ്ന്നില്ല ടോർച്ചും വലിയ പട്ടികളിലൊക്കെ ആയിട്ട് ഒരു 10-30 ആൾക്കാർ കയറി വരുന്നു. നിങ്ങൾ എത്ര മണിക്ക് പോയതിന്? രാത്രി കയറി വന്ന് വൻശീനായി പറയും ഞാൻ ചേട്ടാ തമ്പുരാൻ പാറ ഇതല്ല, സോറി പാറ മാറി കയറിയതാ. ചെറുതായിട്ടത് പറപ്പ്. അതെ. അതുകൊണ്ട് ഗൈസ് മെയിൻ ആയിട്ട് നിങ്ങൾ പോവേണ്ട ലൊക്കേഷൻ എവിടെയാണെന്ന് ആദ്യം മനസ്സിൽ കണ്ട് അതെ അത് നല്ലപോലെ റിസർച്ച് ചെയ്ത് അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ നോക്കിയിട്ട് പോവുക. ഇല്ലെങ്കിൽ ഇതുപോലെ വല്ല പട്ടിയലിന്റെ അടികൊള്ളേണ്ടി വരും. സത്യം. പക്ഷെ നമുക്ക് പണ്ടത്തെ പോലെയല്ലേ, ഇപ്പൊ ഒരുപാട് കാര്യം മാറി. എത്ര വർഷമായി? 5 വർഷമായ നമ്മൾ ട്രിപ്പൊക്കെ പോയിട്ട്. 5 വർഷമോ. ഉടനെ ദൈവം സഹായിച്ചാൽ ഇനിയും നമ്മൾ ഒരുമിച്ച് എല്ലാ ഗ്യാങ്ങുമായിട്ട് പോയി കഴിഞ്ഞാൽ നൈസായിരുന്നു. അതെ, എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അമ്പൂരിലൊരു ദ്രവ്യപ്പാറ എന്ന് പറഞ്ഞ മലയുണ്ട്. അവിടെ ഏകദേശം 1.5 കിലോമീറ്റർ കാട്ടുകൂടെ നടക്കുമ്പോൾ ഒരു വ്യൂ എത്തും. അവിടെ നിന്നൊരു പാറയുണ്ട്. ആ പാറയിൽ 70 സ്റ്റെപ്പുണ്ട്. പണ്ട് ഏതോ രാജാവ് ഒളിക്കാൻ വേണ്ടി കയറിയ പാറയാണ്. അപ്പോ അതൊരു എന്താ ലൈക്ക് സ്ലോപ്പി പാറയല്ല, സ്റ്റീപ്പാണ്, വിഷയ സ്റ്റീപ്പാണ്. മനസ്സിലായി. അപ്പോ ആ പാറയിൽ കയറാൻ ഭയങ്കര പാടാണ്. അതില് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കൈയുടെ സൈസേ ഉള്ളൂ. അവിടെ കയറണം ഭയങ്കര 70 സ്റ്റെപ്പേ ഉള്ളൂ മോഡൽ. അതുവരെ ഞാൻ കൊണ്ടെത്തിച്ചേരാം. ഞാൻ കയറിയിട്ടുണ്ട്. ഞാൻ 70 സ്റ്റെപ്പ് അവിടെ ഉള്ളൂ. ആ 70 സ്റ്റെപ്പ് മോളിൽ കയറിയിട്ടുണ്ട്. പക്ഷെ ബാക്കി പിന്നെയും പാറാണ്. മോളിൽ കയറാണെങ്കിൽ പിന്നെ മറ്റേ SOS ഒക്കെ വിളിച്ച് ഇന്ത്യൻ ഗവൺമെന്റ് ഒക്കെ വന്ന് ഹെലികോപ്റ്ററിൽ കയറക്കിട്ട് തന്നെ പോകാൻ പറ്റും. പക്ഷെ ഭയങ്കര ലൈക്ക് പോകുമ്പോ കുറച്ച് കയറും കുറച്ച് സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുപോവാണെങ്കിൽ ഒരു വേശ്യ ഈ വീടെടുത്തിട്ട് ആർക്കും കിട്ടാത്ത. പക്ഷെ ഒന്ന് പേടിക്കും എന്നെ കയറ്റി വിട്ട. എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ എടാ കയറിപ്പോ വലിയ പാടൊന്നുമില്ല. മരിക്കും എന്നുള്ള കുഴപ്പമില്ല കയറിപ്പോ. അതായത് 70ാമത്തെ സ്റ്റെപ്പ് ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കയറണ്ടായിരുന്നു. കാരണം ഒരു പ്രത്യേക തരം കാറ്റൊക്കെ അപ്പൊ വീശി തുടങ്ങും. എന്നുവെച്ചാ ഒരു കാല് വെക്കാനുള്ള സ്ഥലമുള്ളൂ സ്റ്റെപ്പില്. പാറലിങ്ങനെ ഇങ്ങനെ ചാഞ്ഞു കിടക്കണം, എങ്കിലും നിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ പോകും ടീഷർട്ട്. നല്ല സുഖ. സെയിം. അപ്പൊ അടുത്ത ട്രിപ്പിനെ പോയിട്ടാകുമ്പം
കാണാം ഗൈസ്, കാണാം എന്നല്ല, അടുത്ത ട്രിപ്പിന് പോയിട്ട് വരുമ്പോൾ പത്രത്തിൽ കാണാം. പത്രത്തിലില്ലെങ്കിൽ വാർത്തയിലേക്ക് കാണാം. യുവാവ് വീട്ടിലെങ്ങും കയറാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പാറയുടെ മണ്ടേ കയറി മറ്റേ സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഗവൺമെന്റിന്റെ സഹായം തേടുന്നു. ഗുഹയ്ക്കകത്തിരുന്ന പോലെ ആയിരിക്കും. അപ്പൊ ഗൈസ്, അടുത്തൊരു വീഡിയോ ആയിട്ട്, അടുത്തൊരു പോഡ്കാസ്റ്റ് ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ തന്നെ, നെക്സ്റ്റ് പോഡ്കാസ്റ്റ് ഒരു സീസൺ ഫിനാലെയാണ്. അപ്പൊ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സീസൺ ഫിനാലിലെ ഒരു വിശിഷ്ടമായ ഒരു പ്രമുഖ അതിഥി വരുന്നതായിരിക്കും. ആരെങ്കിലും വിളിക്കണം, അങ്ങനെ വിളിക്കായിരിക്കും. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പം അത് കൊള്ളായിരിക്കും. അടുത്ത ഫിനാലയിൽ ഇവന്റെ അച്ഛനെയും അമ്മയും പിടിച്ചെടുത്ത ഇവനെ കുറിച്ച് പറയാം. സീൻ പോഡ്കാസ്റ്റ് ആയിരിക്കും എന്ന് പറയുന്നു. അത് സീൻ. അപ്പൊ ഗൈസ്, അത് പറഞ്ഞുകൊണ്ട് ഞാൻ എബി, ഞാൻ ശിവരഞ്ജു, ജിൻ സൈനിങ് ഓഫ്. താങ്ക് യു. അതല്ലേ പറയാൻ വന്നു. ബൈ ഗൈസ്, ബൈ. See.